ഇങ്ങനെ പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ രാജിവെച്ച് പോകുക എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമുള്ള സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്. രാജിവെച്ച് എങ്ങോട്ട് പോകുന്നു? സംഘടനയിൽ നിന്ന് രാജിവെക്കുക. ഭരണസമിതിയിൽ നിന്നാണ് രാജിവെക്കുന്നത്, സംഘടനയിൽ നിന്നല്ല. സംഘടനയിൽ നിന്ന് രാജിവെച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് പറയാം നിങ്ങൾ ഭയന്നോടാണ്, പേടിച്ചോടാന്നൊക്കെ പറയാം. ഇത് ഞങ്ങൾ ഭരണസമിതിയിൽ നിന്ന് മാറി നിന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അഡ്ഹോക് കമ്മിറ്റിയാണ് ഞങ്ങൾ. ഇപ്പോഴും ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അഡ്ഹോക് കമ്മിറ്റിയിലാണ്. അതിലാരും വിട്ടുപോയിട്ടില്ല. അഡ്ഹോക് കമ്മിറ്റിയിലാണ് എല്ലാവരും. ഈ ധാർമ്മികമായ ഉത്തരവാദിത്തം എന്നതിലുപരി ഒരു വീഴ്ച സംഭവിച്ചെന്ന് അമ്മയ്ക്ക് തോന്നുന്നു. അതുകൊണ്ടല്ലേ ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ വെറുതെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ടാവും. വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അമ്മയ്ക്ക്. വീഴ്ച സംഭവിച്ചു. അമ്മയ്ക്കല്ല, അമ്മയിലെ ചില അംഗങ്ങൾക്ക്. അമ്മ എന്ന് പറയുമ്പോൾ 506 ഒരു സംഘടനയാണ്. ആ 506 ആൾക്കാരും ഈ കുറ്റാരോപിതരൊന്നുമല്ല. അവർക്കൊന്നും വീഴ്ച സംഭവിച്ചിട്ടുമില്ല. ചുരുക്കം ചില ആൾക്കാരുടെ പേരിൽ ആരോപണങ്ങൾ വന്നിട്ടുള്ളൂ. ജനറൽ സെക്രട്ടറി തന്നെയാണ്. അതെ, അതാണ് വലിയ ഉത്തരവാദിത്വം. അതാ തലപ്പത്തുള്ള ആൾ. പ്രസിഡന്റും സെക്രട്ടറി ആണല്ലോ ഒരു സംഘടനയുടെ തലപ്പത്തുണ്ടാകുന്ന ആൾക്കാർ. അപ്പോൾ സെക്രട്ടറിക്ക് പറ്റിയൊരു വീഴ്ച അല്ലെങ്കിൽ ഇനി അതിലുള്ള മറ്റുള്ള ആൾക്കാരുടെ നേരെ വന്ന ആരോപണങ്ങളൊക്കെ വരുമ്പോൾ സംഘടന തീർച്ചയായിട്ടും ഇത്തരം ഭരണസമിതി ഇങ്ങനത്തെ ഒരു ധാർമ്മിക വശത്തിന് ഊന്നൽ കൊടുക്കേണ്ടതാണ്. സംഘടനയ്ക്ക് നല്ല ഭാവിയാണ്. സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഭയങ്കര കെട്ടുറപ്പുള്ള സംഘടനയാണ്. നല്ല ബിൽഡിംഗ് ഉണ്ട്, നല്ല ധീരരായ നേതൃത്വമുണ്ട്. വരും നേതൃത്വമൊക്കെ ഉഷാറായിരിക്കും, ഇതിനേക്കാൾ ഉഷാറായിരിക്കും. ചെറുപ്പക്കാർ ഒരുപാടില്ല ഇപ്പോൾ സിനിമയിൽ, പഴയ ആൾക്കാരൊന്നുമില്ല, പുതിയ. ഇത് ഏറ്റെടുക്കൊന്നും വേണ്ട, ഇതിൽ പ്രവർത്തിച്ചാൽ മതി. ഏറ്റെടുക്കാൻ അനാഥമൊന്നുമല്ലല്ലോ. മോഹൻലാലിനെ പോലുള്ള ആൾക്കാരെയൊക്കെ തലപ്പത്തേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല, മോഹൻലാലിന് വീണ്ടും വരും. അങ്ങനെ അത് ആവശ്യം. മോഹൻലാൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ലല്ലോ എന്നെ പ്രസിഡന്റ് ആക്കൂ എന്ന് പറഞ്ഞ് പുറകെ നടന്നല്ല. നമ്മൾ അദ്ദേഹത്തെ പുറകെ നടക്കുക ചെയ്ത്. കാരണം ഞാൻ ഇപ്പോൾ നമ്മൾ പറയാം ഒരു സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുകയാണെങ്കിൽ ഇപ്പം ഞാനോ അതുപോലുള്ള ആൾക്കാരോ സ്റ്റേജ് ഷോയിൽ നിന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ചാനലുകാർ വാങ്ങൂല. അത് മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ തന്നെ വേണം. അപ്പോൾ നമുക്ക് ഈ മറ്റുള്ള പാവപ്പെട്ട, അതായത് വളരെ കുറഞ്ഞ പ്രതിഫലത്തിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരുടെയൊക്കെ സാമ്പത്തിക ക്ഷേമം എന്ന് പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയെ പോലുള്ള വലിയ സ്റ്റാഴ്സ് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടാണ്. അല്ലാതെ കുറേ നമ്മുടെ ഭാഗത്ത് കുറേ ഒരു ഇടത്തരക്കാർ നിന്നാലൊന്നും നിങ്ങൾ ചാനലുകാർ വാങ്ങൂല. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഞങ്ങളുടെ റവന്യൂ. മെമ്പർഷിപ്പ് മാത്രമല്ല. ശരശയ്യൊന്നുമല്ല, ഇത് പൂമത്തില്ലേ? ആരാ പറഞ്ഞ ശരശയ്യ? ഇത് പൂമത്തില്ലേ? പിന്നെന്താ, ചില ആരോപണങ്ങൾ വരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് 1-2 ശരങ്ങൾ അതിന് ശരശയ്യാക്കണോ? അല്ല, പക്ഷെ എല്ലാവരും ചോദിക്കുന്നത് മോഹൻലാൽ എവിടെ, മോഹൻലാൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, മമ്മൂട്ടി എവിടെ, മമ്മൂട്ടി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അല്ല, അവർക്കൊക്കെ വേണ്ടിയില്ല ഞങ്ങൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് സംസാരിക്കുന്നത്. പ്രതിനിധി ഇപ്പോൾ സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയാണ് പറയുക, അല്ലല്ലോ മറ്റു പല മന്ത്രിമാരും പറയും. പ്രധാന കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ. പ്രധാന കാര്യം ഇത് അത്ര പ്രധാനമായിട്ടില്ല. ഇതിലും വലിയ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം മലയാള സിനിമയിൽ വരാനുണ്ടോ? പിന്നെ ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ദിലീപിന്റെ പ്രശ്നം എന്താ മോശം? ദിലീപിന്റെ ഒറ്റപ്പെട്ട വ്യക്തി മാത്രം അയാൾ അമ്മയുടെ ട്രഷറർ ചെയ്തെന്ന്. അതിനേക്കാൾ വലിയ പ്രശ്നം നല്ലത് ആണോ? അയാൾ ഒറ്റപ്പെട്ട രീതിയിൽ ഇടപെട്ടതാണോ? അയാൾ ഉണ്ടാക്കിയ പ്രശ്നത്തെക്കാൾ വലുതാണോ അത്? ആലോചിച്ച് നോക്ക്. എന്താ പറയുന്നത്? ഈ അസോൾട്ടുകളെല്ലാം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അല്ല, ഡിഫറൻ്റ് ആണ്. മുകേഷിനെതിരെ വന്നിരിക്കുന്നതും ഒക്കെ ഡിഫറൻ്റ് ആണ്. മറ്റേ ക്രൈമിന്റെ വലിപ്പം എന്താ? അതിൽ കോൺസ്പിറസിയാണ് ദിലീപിനെതിരെ. അത് നിങ്ങൾ ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല, കാരണം നിങ്ങൾ പഠിച്ചിട്ട് വരേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊന്നും വലിയൊരു അത്ര വലിയ ഒരു സംഘടനയെ തകർക്കാൻ പോകുന്ന ശക്തമായ ശരമൊന്നുമല്ല. ഓർക്കം ചെയ്യാവുന്നുള്ളൂ. ഇതൊക്കെ ഇനി പോലീസ് കേസ് വരണം, കേസ് വന്ന് അന്വേഷണം വരണം, കോടതിയിലെത്തണം, ഇതൊക്കെ കാര്യങ്ങളുണ്ട്. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നിങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു മോറൽ സ്പിരിറ്റില്ലേ, ഒരു ധാർമ്മിക മൂല്യം, ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തകരാണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ വിട്ടു നിൽക്കണം. അതല്ലേ ഇതിന് മര്യാദ. അതിൽ ഇവർ കുറേ എക്സാമ്പിൾസ് പറയും. മറ്റേ MLA അങ്ങനെ ചെയ്തില്ല, ഈ MLA ഇങ്ങനെ ചെയ്ത് എന്നിട്ട് അവർ രാജിവെച്ചില്ല എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവരും പോലെ ആവർത്തിക്കല്ലോ ചെയ്യേണ്ടത്. നമ്മൾ വ്യത്യസ്തരാവണ്ടേ? അമ്മ സംഘടന യഥാർത്ഥത്തിൽ വ്യത്യസ്തമാണ്. വേറൊരു സംഘടനയിൽ നിങ്ങൾക്ക് കാണില്ല. നിങ്ങൾ ഈ ക്രൈം ചെയ്ത ആൾക്കാരോ അല്ലെങ്കിൽ കുറ്റാരോപിതരോ പുറത്താക്കുകയോ ആവശ്യപ്പെടുകയോ സംഘടനയുടെ ഭരണസമിതി മൊത്തം മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ധാർമ്മികത ഏറ്റെടുക്കണം. മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമല്ല, മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ ഒരു കച്ചവട സ്പിരിറ്റ് ഉണ്ട് ഇതിൽ. മീഡിയ ഞങ്ങൾ സമ്മർദ്ദപ്പെടുത്തി ഞങ്ങളെന്ത് ചെയ്യും?
ഞങ്ങൾ ഇവിടുന്ന് നാട് വിട്ടു. ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിലല്ലേ ഈ ആരോപണങ്ങളുണ്ട്. ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിലാണ്. ഇത് മീഡിയയുടെ സമ്മർദ്ദമൊന്നുമില്ല. നിങ്ങൾ രാജിവെക്കൂ നിങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ടോ? ഭരണസമിതി മൊത്തം രാജിവെക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ ചിലപ്പോൾ മോഹൻലാൽ രാജിവെക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും രാജിവെക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. ദിസ് ഈസ് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ. നിങ്ങൾ ഒരു മീഡിയയ്ക്കും ഇമാജിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഭരണസമിതി മൊത്തം രാജിവെക്കുന്നുണ്ടോ? പറ. ആരെങ്കിലും നിങ്ങൾ അടിച്ചിട്ടുണ്ടോ? ഒരാളും അടിച്ചിട്ടില്ല. ഒരാളെ ന്യൂസ് എവിടെയെങ്കിലും ഫ്ലാഷ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതാ പറഞ്ഞത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ് ഞങ്ങൾ കാര്യങ്ങൾ കാണുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഈ മുകേഷ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗമാണ്. അപ്പം തന്നെ അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട കീ റോൾ അല്ലല്ല, പ്രധാനപ്പെട്ട ആളല്ല. കീ റോളൊക്കെ വഹിച്ചിരുന്ന അതങ്ങനെ പല ആൾക്കാരുണ്ട്. ഇപ്പൊ ഭരണസമിതിയിലുണ്ടോ? മാറി നിൽക്കണമെന്ന് അമ്മയ്ക്ക് ഇപ്പൊ ഭരണസമിതിയിലുണ്ടോ? ഭരണസമിതിയിൽ പക്ഷെ മാറി നിൽക്കണമെന്ന് ഞങ്ങൾക്ക് സാധാരണ അംഗത്തിന്റെ മുകളിൽ ഞങ്ങൾക്ക് യാതൊരു കമാൻഡും ഇല്ല. ഇതൊരു ഡെമോക്രാറ്റിക് ആയ ഓർഗനൈസേഷനാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇത് അഭിമുഖം തരുന്നത് തന്നെ എനിക്ക് സംഘടനാ വിലക്കുകളൊന്നുമില്ല ഇതിൽ. മനസ്സിലായി? ഇനി സംഘടന വിലക്കിയാലും ഞാൻ എനിക്ക് പറയാനുള്ളത് പറയുന്ന ആളാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്നൊരു സംഘടനയാണിത്. ഇപ്പം മുകേഷിൻ്റെ കാര്യത്തിൽ സംഘടനാ സമ്മർദ്ദം ചെലുത്തിയിട്ട് മുകേഷ് രാജിവെക്കും മാറി വെക്കും എന്ന് പറയാൻ മുകേഷ് ഭരണസമിതിയിലില്ല. മുകേഷിനോട് പറയേണ്ടതാരാ? മുകേഷിൻ്റെ പാർട്ടിക്കാരാണ് പറയേണ്ടത്, ഞങ്ങളല്ല. ബിക്കോസ് ഹീസ് എൻ MLA. വ്യക്തിപരമായ അഭിപ്രായം മാറിയെന്ന് അന്വേഷണം നേരിടുന്നതാണ്. വ്യക്തിപരമായ അഭിപ്രായം ഞാൻ മുകേഷിനോട് നേരിട്ട് പറഞ്ഞോളാം. അത് നമ്മൾ മീഡിയയോട് പറയേണ്ടല്ലോ.